അവൻ്റെ ക്ലാസ്സിലെ കുട്ടികൾ, അവൻ്റെ സഹപാഠികൾ എന്നോട് കുറേ കടലാസ് കഷ്ണങ്ങൾ ഉയർത്തിക്കാട്ടി മാഷെ പ്രണവിൻ്റെ കവിതകളാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനത് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന അധ്യാപകരോട് പറഞ്ഞു. അപ്പോൾ ചിലരൊക്കെ പറഞ്ഞത് അത് പ്രണവിനൊരു ബാഹ്യപ്രേരണ കൊണ്ട് അല്ലെങ്കിൽ ഒരു പുറത്തുനിന്നുള്ളൊരു സഹായത്താൽ അവൻ എഴുതുന്നതാണത്, അത് പ്രണവിൻ്റെ മൗലികമായ രചനകളല്ല എന്നുള്ള രീതിയിൽ ഒരു അഭിപ്രായം പറയണ്ടേ. അപ്പോൾ ആദ്യം എനിക്കൊരു നിരാശയുണ്ട്, അല്ലാത്തൊരു നിരാശയുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് പ്രണവിനെ പ്രോത്സാഹിപ്പിക്കുന്നത് ഒരു ശരിയല്ലല്ലോ എന്നുള്ളൊരു തോന്നലുണ്ട്. ഞാനതൊന്ന് പരീക്ഷിച്ച് കളയാൻ വേണ്ടി ക്ലാസ്സിൽ നടത്തിയ ഒരു പഠന പ്രവർത്തനം എഴുതി വരാൻ പറയുകയും ചെയ്തു. അതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം എന്ന് പറഞ്ഞത്. ക്ലാസ്സിൽ നടന്ന കാര്യം മറ്റ് കുട്ടികളൊക്കെ എഴുതിനേക്കാൾ ഏറ്റവും നന്നായിട്ട് വള്ളി പുള്ളി വിടാതെ എഴുതി വന്നത് പ്രണവായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് പ്രണവിൻ്റെ രചനകൾ മൗലികമാണ്, പ്രണവ് തന്നെയാണ് ഓർത്തെടുത്ത് എഴുതുന്നത് എന്നുള്ളത് ബോധ്യമായി. അപ്പോൾ അത് എൻ്റെ കൂടെ ഉണ്ടായിരുന്നവർക്കും അവനെ തല്ലി പറഞ്ഞവർക്കും കൂടി ബോധ്യമായപ്പോൾ അവനെ നമ്മൾ വേണ്ടുവോളം പ്രോത്സാഹനം നൽകിയിട്ടുണ്ടായിരുന്നു. അതിനെ